അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. നമസ്കാരം. അഭയാംബികയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. മൺകുടത്തിൽ നിറയുന്ന ഭക്തിപൂർണതയുടെ നാളുകളിലേക്ക് ആറ്റുകാൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തജനങ്ങൾ അമ്മയ്ക്കായി പൊങ്കാല അർപ്പിക്കുവാൻ അനന്തപുരിയുടെ ഹൃദയത്തിൽ ഒത്തുകൂടുകയാണ്. ആറ്റുകാലമ്മയുടെ ദർശന പുണ്യം തേടി ഇന്നലെയും പതിനായിരങ്ങളാണ് എത്തിയത്. പുലർച്ചെ 4 മുതൽ കാത്തുനിൽപ്പാണ്. പള്ളി ഉണർത്തൽ 4:30-ക്കാണ്. 5-ന് നിർമ്മാല്യ ദർശന സമയമാകുമ്പോഴേക്കും ക്ഷേത്രനടയും പരിസരവും നിറഞ്ഞു കവിയും. പ്രഭാതത്തിലെ ദീപാരാധന 6:05-നാണ്. അപ്പോഴേക്കും ഭക്തജനപ്രവാഹം തുടങ്ങിയിരിക്കും. ഉത്സവം തുടങ്ങി ആദ്യ ചൊവ്വാഴ്ചയായ ഇന്നലെ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദീപാരാധന സമയങ്ങളിലെല്ലാം ക്ഷേത്രവും പരിസരവും ദേവി മന്ത്രധ്വനികളാൽ നിറയും. രാത്രി 12-ന് ദീപാരാധന കഴിഞ്ഞ് 1 മണിക്കാണ് നട അടയ്ക്കുന്നത്. അതുവരെ ദർശനത്തിന് തിരക്കാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വിളക്കുകെട്ട് നേർച്ചയ്ക്ക് സ്വീകാര്യത ഏറിവരികയാണ്. മുൻ വർഷങ്ങളിൽ വളരെ കുറച്ച് വിളക്കുകെട്ട് ഘോഷയാത്രകളാണ് നടന്നിരുന്നത്. എന്നാൽ ഇത്തവണ ദിവസവും അമ്പലനടയിലേക്ക് വിളക്കുകെട്ട് ഘോഷയാത്ര ഒന്നിനു പിറകെ ഒന്നായി എത്തുകയാണ്. ദേവിയുടെ ചിത്രം ഇരുപുറത്തും വച്ചാണ് വിളക്കുകെട്ട് ഒരുക്കുന്നത്. കുരുത്തോല, രാമച്ചം, പൂക്കൾ, വർണ്ണക്കടലാസുകൾ എന്നിവ കൊണ്ടൊക്കെയാണ് വിളക്കുകെട്ട് നിർമ്മിക്കുന്നത്. വ്രതമെടുത്തിട്ടുള്ള ആള് വിളക്കുകെട്ട് ചുമന്ന് ചുവട് വയ്ക്കും. വാദ്യമേളങ്ങളും ഉണ്ടാകും. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി വിളക്കുകെട്ട് നേരുന്നവരുടെ വീട്ടിൽ നിന്നാണ് വിളക്കുകെട്ട് ഘോഷയാത്ര തുടങ്ങുന്നത്. വീട്ടുകാരും ബന്ധുക്കളും അയൽവാസികളുമെല്ലാം ഘോഷയാത്രയ്ക്കൊപ്പം അമ്പലത്തിലേക്ക് പോകും. സന്ധ്യയ്ക്കു ശേഷമാണ് വിളക്കുകെട്ട് ഘോഷയാത്ര പുറപ്പെടുന്നത്. ഘോഷയാത്ര അമ്പലത്തിൽ എത്തുന്ന മുറയ്ക്ക് ടോക്കൺ ലഭിക്കും. രാത്രി 12 മുതൽ വിളക്കുകെട്ട് ക്ഷേത്ര കവാടത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ആദ്യം എത്തുന്ന വിളക്കുകെട്ടിന് ആദ്യ പ്രവേശനവും ലഭിക്കും. 1 മണിവരെ ഇത് തുടരും. ദിവസവും 20ഓളം വിളക്കുകെട്ട് ഘോഷയാത്രകളാണ് എത്തുന്നത്. പോലീസ് സംരക്ഷണത്തോടെയാണ് ഓരോ വിളക്കുകെട്ട് ഘോഷയാത്രയും അമ്പലത്തിലേക്ക് എത്തുന്നത്. ആറ്റുകാൽ പരിസരങ്ങളിലേക്ക് KSRTC ഇപ്പോൾ തന്നെ പ്രത്യേക സേവനം ആരംഭിച്ചിരിക്കുകയാണ്. KSRTC ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ മണിക്കൂറിലും 5ഓളം ബസ്സുകൾ കിഴക്കേക്കോട്ടയിൽ നിന്നും ആറ്റുകാൽ സന്നിധിയിലേക്കും തിരിച്ചും സേവനങ്ങൾ നടത്തുന്നുണ്ട്. ബസ്സുകളുടെ അപര്യാപ്തത KSRTC നേരിടുന്നു എങ്കിലും മറ്റ് ഡിപ്പോകളിൽ നിന്നും ആവശ്യത്തിന് ബസ്സുകൾ കൊണ്ടുവന്നാണ് സുഗമമായ പ്രവർത്തനത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയും ഭീമാപള്ളി ഉറൂസും ഒരേ സമയം നടക്കുന്നതിനാൽ സേവനങ്ങൾക്കായി KSRTC വല്ലാതെ വലയുന്നുണ്ട്. എങ്കിലും ജീവനക്കാരുടെ പൂർണ്ണവും ആത്മാർത്ഥവുമായ സഹകരണത്തോടെ KSRTC സേവനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കിഴക്കേക്കോട്ടയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ബസ് വന്നുകഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ളിൽ ഭക്തജനങ്ങളായ യാത്രക്കാരെ കൊണ്ട് ബസ് നിറയുകയായി. KSRTCയുടെ ചരിത്രത്തിലെ തന്നെ വലിയ കളക്ഷനോടുകൂടി തന്നെയാണ് ആറ്റുകാൽ പ്രത്യേക സർവീസുകൾ മുന്നേറുന്നത്. വെളുപ്പിന് 4 മണി മുതൽ തന്നെ ആറ്റുകാലിലേക്ക് സർവീസുകൾ ആരംഭിച്ചു തുടങ്ങും. ക്ഷേത്രനടയിൽ നിന്നും തിരിച്ചും ആരംഭിക്കും. ജീവനക്കാരുടെ അകമഴിഞ്ഞ സേവനം ഭക്തരെ ക്ഷേത്രനടയിൽ എത്തിക്കുന്നതിൽ KSRTC വിജയം കണ്ടിരിക്കുകയാണ്. KSRTC സ്പെഷ്യൽ സർവീസ് ഇപ്പോൾ ഭീമാപള്ളി ഉറൂസും ആറ്റുകാൽ പൊങ്കാലയും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും മാക്സിമം സർവീസുകൾ 2 ഭാഗത്തും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആറ്റുകാലിലെ ഭക്തജനങ്ങൾ വന്ന് ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ വണ്ടി കോൺവോയായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ആ നിറയുന്ന മുറയ്ക്ക് തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് അവിടെയും അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെയും നിറയുന്ന മുറയ്ക്ക് തന്നെ ആളുകൾ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വെളുപ്പാങ്കാലം 4 മണിക്ക് തുടങ്ങി രാത്രി 11 മണി വരെ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഭീമാപള്ളിയിലും അതുപോലെ തന്നെയാണ്. ഒരേ സമയം ഇതേ രീതിയിൽ തന്നെ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യാനുസരണം ബസ്സുകളുണ്ട്, ജീവനക്കാരുണ്ട്. എല്ലാ ജീവനക്കാരും സഹകരിച്ച് 24 മണിക്കൂർ അവർ നിന്ന് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും അത് നടന്നുകൊണ്ടിരിക്കുക. മറ്റ് സർവീസുമായിട്ട് യാതൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് സ്പെഷ്യൽ സർവീസുകളാണ്. മറ്റ് ഡിപ്പോകളിൽ നിന്നൊക്കെ നമ്മൾ ആവശ്യത്തിന് വണ്ടി വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്യുന്നത്. മറ്റ് സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസുകളൊന്നും തന്നെ ക്യാൻസൽ ചെയ്തിട്ടില്ല. എല്ലാ സർവീസുകളും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പൊങ്കാല ദിവസവും ഇതുപോലെ തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞ മുൻകാലങ്ങളിൽ ചെയ്തതിനേക്കാൾ വിപുലമായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. സിറ്റി യൂണിറ്റിൽ പൊതുവേ നമ്മൾ കോൺവോയായിട്ട് വണ്ടികൾ പിടിക്കുകയും പോലീസുമായി സഹകരിച്ചുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഏത് ഭാഗത്തേക്കാണോ ജനമുള്ളത് അതനുസരിച്ചുള്ള സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യും. ദീർഘദൂര സർവീസുകൾ തമ്പാനൂരുന്നുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതവിടെ നടക്കും. കളക്ഷൻ നല്ല കളക്ഷനാണ്. ആറ്റുകാല് നമുക്ക് ഇന്നലെ തന്നെ 1,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു 70,000 രൂപ ചിലവായാൽ പോലും നമുക്ക് പകുതിക്ക് പകുതി ലാഭമാണ്.
അപ്പോൾ ഭീമാപ്പള്ളി അതുപോലെ തന്നെയാണ്, നമുക്ക് തീരെ മോശമല്ലാത്ത കളക്ഷൻ കിട്ടുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ കൺട്രോൾ റൂം ആറ്റുകാലിൽ തുറന്നിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറെയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വൃത്തിയില്ലാത്തതും ആരോഗ്യകരമല്ലെന്ന് തോന്നുന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നതോ വിൽപ്പനയ്ക്കായി ശേഖരിക്കുന്നതോ ആയി വിവരം ലഭിച്ചാൽ ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പറിലോ 8943346181 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 8943346195 എന്ന നമ്പറിലോ, അതുമല്ലെങ്കിൽ 8943346576 എന്നീ നമ്പറുകളിലോ ഉടൻ അറിയിക്കുക. അറിയിക്കുന്ന ആളുടെ വിലാസവും രഹസ്യമായി സൂക്ഷിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുവാൻ 8943346181 അല്ലെങ്കിൽ 8943346195 അല്ലെങ്കിൽ 8943346526, അതുമല്ലെങ്കിൽ 8943346582 ഈ നമ്പറിലും ബന്ധപ്പെടാം. എല്ലാ ഭക്ഷ്യവ്യാപാരികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമായി എടുത്തിരിക്കണം. പൊങ്കാലയോടനുബന്ധിച്ച് അന്നദാനം, ലഘുഭക്ഷണം, ദാഹജല വിതരണം എന്നിവ നടത്തുന്ന സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ മുൻകൂട്ടി എടുത്തിരിക്കണം. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക. കൃത്രിമ നിറങ്ങൾ ചേർത്തതും നിശ്ചിത ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കിയതുമായ ഐസ് കാൻഡി, പഞ്ഞിമിഠായി എന്നിവ ഉപയോഗിക്കരുത്. കുടിക്കുവാൻ തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ഹോട്ടലുകൾ തിളപ്പിച്ച വെള്ളം മാത്രം നൽകുക. പൊങ്കാല നിവേദ്യത്തിനായി വാങ്ങുന്ന അരി, ശർക്കര, നെയ്യ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവ ഗുണനിലവാരമുള്ളതെന്ന് ഉറപ്പാക്കുക. ഇവയുടെ ലേബൽ പരിശോധിക്കുക. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം വാങ്ങുക. കൃത്യമായ ലേബൽ ഇല്ലാത്തതും തുറന്നു വച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ഡിസ്പോസിബിൾ പ്ലേറ്റ്, കപ്പ്, പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ, കവർ, തെർമോകോൾ കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റ് എന്നിവ ഒഴിവാക്കി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ ഉത്സവ പ്രദേശങ്ങളിൽ 20 മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 20 മെഡിക്കൽ ഓഫീസർമാരുടെയും 20 ആംബുലൻസിൻ്റെയും ജീവനക്കാരുടെയും പ്രത്യേക സേവനം ലഭ്യമാണ്. സൗജന്യ സേവനം. അനുദിനം വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനം, ചൂട് മൂലം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പശ കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ, പടാകൃതിയിൽ വിസ്തൃതിയിൽ നിവർന്നു നിൽക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശീലിക്കുകയും ചെയ്യണം. ധാരാളം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ധാരാളം ശുദ്ധജലം ഇടവേളകളിൽ കഴിക്കേണ്ടതാകും. പിന്നെ ക്ഷീണമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നിയാൽ അതത് പ്രദേശങ്ങൾക്ക് സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളുടെ സേവനം പരമാവധി ലഭ്യമാക്കുക. പൊങ്കാല ദിവസത്തെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മിഷനറികളും എല്ലാ ജീവനക്കാരുടെയും എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനം ഒരുപോലെ ലഭ്യമാകുന്ന ഒരു ഉത്സവ മഹാമഹമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഏത് എമർജൻസി വന്നാലും അത് തക്ക സമയത്ത് തന്നെ പരിഹരിക്കാൻ തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും ട്രസ്റ്റിൻ്റെയും കീഴിൽ നടത്തി വരുന്നത്. ദേവീസ്തുതികൾ പാടിപ്പുകഴ്ത്തുന്ന സംഗീതാർച്ചനകൾ 24 മണിക്കൂറും ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം
शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः ॐ षडाननं कुङ्कुमरक्तवर्णं महामतिं दिव्यमयूरवाहनं रुद्रस्य सूनं सुरसैन्यनादं गुहं सदा शरणमहं प्रपद्ये ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते ॐ काळि काळि महाकाळि भद्रकाळि नमोऽस्तुते कुलं च कुलधर्मं च मां च पालय पालय अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अथ देवी माहात्म्यम् अथ ध्यानं प्रसीद त्वं महेशानि प्रसीद जगदम्बिके अनन्तकोटिब्रह्माण्ड नायिके ते नमो नमः नमः कूटस्थरूपाये चिद्रूपाये नमो नमः नमः वेदान्तवेद्याये भुवनेशे नमो नमः ॐ श्री महादेवी नमः कात्यायनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मामुद्धर कृपामयी ब्रह्मा विष्णु शिवाराध्ये प्रसीद जगदम्बिके मनोभिलषितं देवी वरं देहि नमो नमः ॐ श्री महादेवी नमः माधर्मे मधुकैटभग्निमहिष प्राणापहारोद्यमे हेरानन्दितधूम्रलोचनवते हे चन्द्रमुण्डादिनी निःशेषीकृतरक्तबीजधनुजे नित्ये निशुम्भापरे शुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके ॐ श्री आदिपराशक्त्यै नमः अष्टौ भुजाङ्गीं महिषस्य मर्दिनीं सशङ्खचक्रां शरशूलधारिणीं तां दिव्ययोगीं सहजातवेदसीं दुर्गां सदा शरणमहं प्रपद्ये ॐ श्री महादुर्गायै नमः अम्मे शरणं